ഒരാഴ്ചയിൽ നടന്ന വാർത്താ ചിത്രങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. മണൽ മാഫിയക്ക് വഴിവിട്ട ബന്ധം. വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ SI ഉൾപ്പെടെ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം. ചെക്കിയും തുമ്പയും നട്ടു. എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഇനി തുളസീവനം. ആളും ആരവും ഒഴിഞ്ഞു. കൊട്ടിയൂർ പെരുമാളെ കാണാൻ ഇനി 1 വർഷക്കാലത്തെ കാത്തിരിപ്പ്. സെൻട്രൽ ജയിലിൽ തടവുകാരന്റെ ആക്രമണം, 3 ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ബോംബ് സ്ഫോടനം. എരഞ്ഞോളിയിൽ തേങ്ങ ശേഖരിക്കാനെത്തിയ വൃദ്ധൻ കൊല്ലപ്പെട്ടു. മരണത്തിൽ പോലും വിവാദ പരാമർശം നടത്തി KPCC അധ്യക്ഷൻ K. സുധാകരൻ. ജില്ലയിൽ വ്യാപക മഴ, ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി ബൈക്കുകൾ. കളക്ടറേറ്റ് ജീവനക്കാരന്റെ ബൈക്കിൽ നിന്നും പിടികൂടിയത് പെരുമ്പാമ്പിൻ കുട്ടിയെ. പരാജയ സങ്കല്പങ്ങളുടെ പൂർണ്ണതയാണ് പോലീസും ആഭ്യന്തരവും എന്ന് ഷാഫി പറമ്പിൽ. പോലീസിനെ സ്വതന്ത്രമായി അന്വേഷിക്കാൻ പിണറായി വിടണമെന്നും ഷാഫി പറമ്പിൽ. വികലമായ വിദ്യാഭ്യാസ നയങ്ങൾ പ്രതിഷേധ മാർച്ചുമായി KSU. ശുചിത്വ സന്ദേശയാത്രയുമായി ഹരിത കേരള മിഷൻ. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പര്യടനം. ശ്വാസകോശ നാളത്തിൽ കടല കുടുങ്ങിയ 1.5 വയസ്സുകാരന് പുതുജീവൻ. ജീവൻ തിരികെ നൽകിയത് ആസ്റ്റമിൻസ്. കണ്ണൂർ വിമാനത്താവളം വീണ്ടും സ്വർണ്ണക്കടത്ത് കേന്ദ്രം. പിടികൂടുന്നതിൽ ഏറെയും അയൽ ജില്ലക്കാർ. നോക്കാം വിശദമായ വാർത്തകൾ. മണൽ മാഫിയക്ക് വഴിവിട്ട സഹായം. കണ്ണൂരിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം. നടപടി വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ SI ഉൾപ്പെടെ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക്. SI നിതിനെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ അനിഴൻ K, ഷാജി, അകാരംപറമ്പത്ത്, കിരൺ K എന്നിവർക്ക് സ്ഥലമാറ്റം. വിജിലൻസ് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ജില്ലയിൽ പാനൂർ, കണ്ണവം, തലശ്ശേരി പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് സ്ഥലമാറ്റം. മണൽക്കടത്ത് സംഘവുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന പരാതിയിൽ വിജിലൻസ് റെയ്ഡ് നടത്തി റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ 3 പോലീസുകാർക്ക് സ്ഥലം മാറ്റം ലഭിച്ചത്. ASI K. അനിഴനെ പാനൂരിലേക്കും സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാജി അക്കരപ്പറമ്പത്തിനെ കണ്ണവത്തേക്കും K. കിരണിനെ തലശ്ശേരിയിലേക്കുമാണ് മാറ്റിയത്. അനധികൃതമായി കടത്തുന്നതിനിടെ പിടിച്ച മണൽ പോലീസുകാർ മറച്ചുവിറ്റുവെന്ന ആരോപണത്തെ തുടർന്ന് മെയ് 29-ന് DYSP PP മധുസൂദനൻ നായരുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം പോലീസ് സ്റ്റേഷൻ റെയ്ഡ് ചെയ്തിരുന്നു. സ്റ്റേഷനിലെ ചില പോലീസുകാർക്ക് മണൽക്കടത്ത് സംഘവുമായി അടുപ്പമുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിയുമിരുന്നു. ഇവർക്കെതിരെയും അന്വേഷണമുണ്ടാകും. വിശദമായ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയിട്ടുണ്ട്. മണൽ വാരുന്നതിനിടെ പിടിച്ച 4 യന്ത്രവൽകൃത തോണികളുടെ എഞ്ചിൻ കാണാനില്ലെന്ന് വിജിലൻസ് കണ്ടെത്തി. ഈ യന്ത്രങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ മണൽക്കടത്ത് സംഘത്തിന് തിരിച്ചുകൊടുത്തുവെന്നും മണൽക്കടത്തുകാരിൽ നിന്നും ചില പോലീസുകാർ പണം വാങ്ങുന്നതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾക്ക് ആവശ്യമായ കൃഷ്ണ തുളസിയും ചുവന്ന ചെക്കിയും തുമ്പയും നട്ടുപിടിപ്പിക്കുന്ന തുളസി വനത്തിന്റെ ഉദ്ഘാടനം നടന്നു. ക്ഷേത്രം ചങ്ങായിക്കൂട്ടത്തിലെ കുഞ്ഞുമക്കൾ ചെടി നട്ടുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ക്ഷേത്രം കാരണവന്മാരായ എടാടൻ കൃഷ്ണൻ കാരണവർ, മാത്രാടൻ മാധവൻ കാരണവർ, കാന രാഘവൻ കാരണവർ, ഇരിയലത്ത് കുഞ്ഞിരാമൻ കാരണവർ, നെയ്ത്തലത്ത് മാധവൻ കാരണവർ എന്നിവർ സന്നിഹിതരായിരുന്നു. ക്ഷേത്രം സെക്രട്ടറി സുരേഷ് കുമാർ, ക്ഷേത്രം പ്രസിഡന്റ് സുനിൽകുമാർ MV, മാതൃസമിതി പ്രസിഡന്റ് ഇന്ദിര KV, സെക്രട്ടറി രാധാ ഗോപാൽ, പൂരക്കളി കമ്മിറ്റി പ്രസിഡന്റ് സുനിൽകുമാർ, സെക്രട്ടറി സുഭാഷ് എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ പങ്കെടുത്തു. ആളും ആരവവും ഒഴിഞ്ഞു. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇതോടെ സമാപനം. 27 നാൾ നീണ്ട വൈശാഖ മഹോത്സവത്തിന് തൃക്കലശാട്ടോടെയാണ് സമാപനമായത്. അഭൂതപൂർവമായ ഭക്തജന തിരക്കായിരുന്നു ഈ വർഷം കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. ഗതാഗത കുരുക്കിലും മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനും ഒടുവിലായിരുന്നു ഭക്തർക്ക് കൊട്ടിയൂർ പെരുമാളെ ദർശിക്കാൻ സാധിച്ചത്. 27 നാൾ നീണ്ട വൈശാഖ മഹോത്സവത്തിനാണ് തൃക്കലശാട്ടോടെ സമാപനമായത്. രാവിലെ വാകച്ചാർത്തോടെ ചടങ്ങുകൾ തുടങ്ങി. തുടർന്ന് തേങ്ങാമുറികളിലേക്ക് നാളം പകർന്ന ശേഷം അക്കരെ സന്നിധാനത്തെ എല്ലാ വിളക്കുകളും അണച്ചു. രാവിലെ നടന്ന കലശാഭിഷേകത്തിന് മുൻപേ മുളന്തണ്ടുകളും ഞെട്ടിപ്പനയോലകളും കൊണ്ട് നിർമ്മിച്ച ഭഗവാന്റെ ശ്രീകോവിൽ പിഴുതെടുത്ത് പടിഞ്ഞാറേ നടയ്ക്ക് കുറുകെ തിരുവഞ്ചിറയിൽ ഉപേക്ഷിച്ചു. തുടർന്ന് കലശാഭിഷേകം നടത്തി. ഞായറാഴ്ച രാവിലെ പതിവ് പൂജകൾക്ക് ശേഷമായിരുന്നു അത്തം ചതുശ്ശതം നിവേദിച്ചത്. തുടർന്ന് ഉച്ചശീവേലി. ഉത്സവകാലത്ത് കൊട്ടിയൂരിലെത്തിച്ച ദേവതകളെയെല്ലാം വിഗ്രഹത്തിൽ നിന്നും തിരികെ ആവാഹിച്ച് വാളുകളിൽ ലയിപ്പിക്കുന്ന വാളാട്ടവും ശേഷം കുടിവതികളുടെ തേങ്ങയേറും നടന്നു. നിത്യപൂജകൾക്ക് ശേഷം ഞായറാഴ്ച രാത്രിയോടെ കലശപൂജയും തുടങ്ങിയിരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 3 ഉദ്യോഗസ്ഥർക്ക് നേരെ തടവുകാരന്റെ ആക്രമണം. 3 ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. കാസർഗോഡ് സ്വദേശി അഹമ്മദ് റാഷിദാണ് ആക്രമണം നടത്തിയത്.
മഹേഷ്, അർജുൻ ചന്ദ്രൻ, ഖലീലുർ റഹ്മാൻ തുടങ്ങിയ ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. അടിയിലും ചവിട്ടിലുമാണ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റത്. പോലീസിനെ ആക്രമിച്ച കേസിലാണ് ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി ജയിലിലെത്തിയത്. വാരാന്ത്യത്തിൽ ഇനി ഒരിടവേള. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. വാർത്തയിലേക്ക്. തലശ്ശേരി എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് വൃദ്ധൻ മരിച്ചു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം. എരഞ്ഞോളി സ്വദേശി വേലായുധനാണ് മരിച്ചത്. വീടിനോട് ചേർന്ന് ആൾതാമസമില്ലാത്ത വീട്ടിൽ തേങ്ങ പെറുക്കാൻ പോയപ്പോഴാണ് ബോംബ് പൊട്ടിത്തെറിച്ചത്. പറമ്പിൽ നിന്ന് കിട്ടിയ വസ്തു ബോംബാണെന്ന് അറിയാതെ തുറന്നപ്പോൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇതേ പറമ്പിലുള്ള ആൾതാമസമില്ലാത്ത വീടിന്റെ വരാന്തയ്ക്ക് സമീപത്ത് വെച്ചാണ് കളഞ്ഞു കിട്ടിയ വസ്തു വയോധികൻ തുറന്നത്. സ്ഥലത്ത് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ്. 6 മാസം മുൻപ് പാനൂരിലുണ്ടായ സമാന സംഭവത്തിൽ ആക്രി ശേഖരിക്കുന്നയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വഴിയരികിൽ നിന്ന് കിട്ടിയ വസ്തു ബോംബാണെന്ന് അറിയാതെ തുറക്കുകയും പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനടുത്താണ് സംഭവം നടന്നത്. തലശ്ശേരി എരഞ്ഞോളിൽ തേങ്ങ പെറുക്കാൻ പോയ വൃദ്ധൻ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ച സംഭവത്തിൽ വിവാദ പരാമർശവുമായി KPCC അധ്യക്ഷൻ K. സുധാകരൻ. വൃദ്ധനല്ലേ മരിച്ചത്, ചെറുപ്പക്കാരനല്ലല്ലോ എന്നാണ് K. സുധാകരൻ വിഷയത്തിൽ പ്രതികരിച്ചത്. ബോംബ് ഇനിയും പൊട്ടാനുണ്ട്, എന്നിട്ട് പറയാമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. ബോംബ് ഇനിയും പൊട്ടാനുണ്ട്, പൊട്ടി കുറച്ച് കഴിയട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ കാണാം. ആ ശരി, വൃദ്ധനല്ലേ മരിച്ചത്, ചെറുപ്പക്കാരനല്ലല്ലോ. അങ്ങനെയല്ല മുഖ്യമന്ത്രി പറഞ്ഞത് ആദ്യം DCC ഓഫീസിലാണ് ബോംബ് ഉണ്ടായിരുന്നത് എന്നാണ്. അത്ര ആ നിയമസഭയിൽ പറയുകയാണത്. അപ്പൊ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം വേണ്ടതല്ലേ? അതൊക്കെ പറഞ്ഞുതരാന്ന് കുറച്ചിരിക്കുന്നു. പുലർച്ചെയുണ്ടായ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. കിഴുന്നപ്പാറയിലെ ഗംഗാധരന്റെ വീട്ടിൽ മെയിൻ സ്വിച്ച് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കത്തിനശിച്ചു.
സമീപ പ്രദേശങ്ങളിലും സമാന രീതിയിൽ ഇടിമിന്നൽ ഉണ്ടായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ജില്ലയിൽ ഇടിമിന്നലിന് സാധ്യത ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ കേന്ദ്രം. എടക്കാട് വില്ലേജ് സ്പെഷ്യൽ ഓഫീസർ ജലജ വീട് സന്ദർശിച്ചു. തുടർ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. കിഴുന്നപ്പാറയിലെ VK ഗംഗാധരന്റെ ചിത്രവിഹാർ എന്ന വീടിനാണ് പുലർച്ചെയുണ്ടായ ഇടിമിന്നലിൽ നാശനഷ്ടം സംഭവിച്ചത്. മെയിൻ സ്വിച്ച്, ജനൽപ്പാളികൾ, വീടിന്റെ ടൈൽ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വയറിംഗ് എന്നിവയെല്ലാം ഇടിമിന്നലിൽ നശിച്ചിട്ടുണ്ട്. ഗംഗാധരന്റെ ഭാര്യയും മകൻ ബിനോയിയുമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. സമീപ പ്രദേശങ്ങളിലെ വീടുകൾക്കും മോട്ടോർ തുടങ്ങിയ ഉപകരണങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എല്ലാം നശിച്ചുപോയി, എല്ലാം കത്തിപ്പോയി. എന്നാൽ ഞാൻ എന്നാ പറയട്ടെ, എനക്കും ചെറുത് തോതിൽ ഇടി തട്ടി. ഇത് എത്ര മണിക്കായിരുന്നു? 4:45. അപ്പോൾ ബിനോയ് എങ്ങനെ ആയത്? അതെ, രാവിലെ തന്നെ 4:45 സമയത്ത് കട്ടുമെന്ന് നമ്മളെ തെറിപ്പിക്കുന്ന ശക്തി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ കരയുന്നതായിട്ട് ഓടിപ്പോയി. അപ്പോൾ ഒരു ഭാഗത്ത് ഫുൾ തരിപ്പ് കയറിയിട്ട് അമ്മ കരയായിരുന്നു. ഗംഗാട്ടൻ എവിടെയാ? ആ ഇടിതട്ടിയ റൂമിൽ തന്നെയാണോ കിടന്നത്? അല്ല, ഞാൻ വേറെ റൂമിലായിരുന്നു. നമ്മൾ എണീച്ചിന്, ആ സമയത്ത് എണീച്ചിന്, ഒച്ച കേട്ടിട്ട്, ഇടീൻ്റെ ഒച്ച കേട്ടിട്ട് എണീച്ചിന്. പിന്നെ ഇവക്ക് ചെറിയൊരു വിഷമം അന്നേരം ഉണ്ടായിന്. അപ്പം അതിലുപരി വീടിൻ്റെ ഉപകരണങ്ങൾക്ക് കേടുപാട് സംഭവിച്ചില്ലേ? എങ്ങനെ ഉണ്ടാവും, ഏകദേശം മൊത്തം കത്തി പോകാൻ ചാൻസാണ് കൂടുതൽ കാണുന്നത്. എല്ലാം പുകയും കരിഞ്ഞും ഫുൾ വീടിനുള്ളിൽ മൊത്തം കരിഞ്ഞൊരു മണമായിരുന്നു. അപ്പോൾ ഇലക്ട്രോണിക് സാധനം മുഴുവൻ പോയിട്ടുണ്ടാവും, അതുപോലെ തന്നെ വയറിങ്ങും പോയിട്ടുണ്ടാവും, എല്ലാം നശിച്ചിട്ടുണ്ടാവും. ശരി. ബിനോയുടെ കുട്ടി ഭയങ്കര മണമായിരുന്നു, നിൽക്കാൻ പറ്റാതെ കരിഞ്ഞ മണം അകത്ത്. ബിനോയുടെ ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല, വൈഫും കുട്ടിയും വയനാട്ടിൽ അവരെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ചെറിയ മോനല്ലേ? ചെറിയ കുട്ടിയായിരുന്നു. ഇപ്പോൾ ഇവിടെ പിന്നെ വീടിൻ്റെ നാനാഭാഗത്തുള്ള ഇത്, പിന്നെ അടുത്ത് കുറേ വീടുകൾക്കും ഇതേമാതിരിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വീട്ടിന് കൂടുതൽ മുഴുവനായി നാശനഷ്ടം സംഭവിച്ചെന്ന് തന്നെ പറയാം. അപ്പോൾ അധികൃതരുടെ ശ്രദ്ധ ഇവിടെ പതിയണമെന്നുള്ളൊരു അപേക്ഷ ഇവിടെയുണ്ട്. രഞ്ജിത്ത്, ക്യാമറമാനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. കളക്ടറേറ്റ് ജീവനക്കാരന്റെ ബൈക്കിൽ പെരുമ്പാമ്പിൻകുട്ടി. രക്ഷകരായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. മുണ്ടയാട് അതിരകം സ്വദേശി അനുരംഗ് സ്ഥിരമായി സഞ്ചരിച്ചിരുന്ന ബൈക്കിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. വീട്ടിൽ നിന്നും കളക്ടറേറ്റ് എത്തി വണ്ടി നിർത്തിയിട്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിനായി തിരയുമ്പോഴായിരുന്നു പാമ്പിനെ കണ്ടെത്തിയത്. തുടർന്ന് വനം വകുപ്പിനെ വിവരമറിയിക്കുകയും ആളുകളെത്തി പാമ്പിനെ പിടികൂടുകയുമായിരുന്നു. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞതിനാൽ അത് പുതുക്കാൻ വേണ്ടി പഴയ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുമ്പോഴാണ് ഒരനക്കം കണ്ടത്. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് പാമ്പാണെന്ന് വ്യക്തമായത്. ഉടനെ പോലീസിനെയും വനംവകുപ്പിനെയും വിവരമറിയിക്കുകയായിരുന്നു. അപ്പോഴേക്കും വിവരമറിഞ്ഞ് വണ്ടിക്ക് ചുറ്റും ആളുകളായി. കളക്ട്രേറ്റിലെ 1-ാം നിലയിലും വണ്ടിയിൽ സ്ഥിരം സഞ്ചരിക്കുന്ന പാമ്പിനെ ഒരു നോക്ക് കാണാൻ കാഴ്ചക്കാർ ഏറെയായി. ഇത് ഞാൻ രാവിലെ എൻ്റെ വാഹനത്തിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആകാനായി. അപ്പോൾ അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ സീറ്റ് കവർ തുറന്നിട്ടാണ് പാമ്പിനെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഉടനെ ഞാൻ പോലീസിനെ അറിയിക്കുകയും അവിടുന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് പാമ്പിനെ പിടിക്കുകയാണ് ഉണ്ടായത്. അല്ലല്ല, വീട്ടിലെ കളക്ടറേറ്റ് സ്റ്റാഫാണ് വിളിച്ചത്. പോലീസുകാർ വിളിച്ചിട്ടുണ്ടാവും. ഉണ്ടായിട്ടുണ്ടാകണം, അല്ലാണ്ട് ഇവിടെ എത്തുമ്പോൾ അവിടുന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയല്ലേ നിർത്തുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വീട്ടിലാണ് വർക്ക് ചെയ്തത്. ഇതിനിടെ വനം വകുപ്പിൽ നിന്നും ആളുമെത്തി. ബൈക്കിന്റെ സീറ്റിനുള്ളിൽ സുരക്ഷിത സ്ഥാനം കണ്ടെത്തി കഴിയുകയായിരുന്ന പാമ്പിനെ പിടികൂടി ആകാംക്ഷയ്ക്കും ആശങ്കയ്ക്കും വിരാമമിട്ടു. പരാജയ സങ്കല്പങ്ങളുടെ പൂർണ്ണതയാണ് പോലീസും ആഭ്യന്തരമന്ത്രിയുമെന്ന് ഷാഫി പറമ്പിൽ MP. പോലീസിനെ കൊണ്ട് 10 പൈസക്ക് ഗുണമില്ല. ബോംബ് നിർമ്മിച്ചവരെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖം നോക്കാതെ നടപടിയെടുക്കാൻ പോലീസിന് അനുമതി നൽകണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. തലശ്ശേരിയിൽ നടന്ന സ്ഫോടനത്തിൽ മരിച്ച വേലായുധന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ MP. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ബോംബിന്റെ ബാക്കിയാണ് തലശ്ശേരിയിൽ പൊട്ടിയത്. മൈനുകൾ പോലെ ബോംബുകൾ കുഴിച്ചിടാൻ കണ്ണൂർ എന്താ യുദ്ധഭൂമിയാണോ എന്നും ബോംബ് സ്ഫോടനത്തിൽ മരിച്ച വേലായുധന് അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഷാഫി പറമ്പിൽ ചോദിച്ചു. ഇനി എവിടെയൊക്കെ ഇതിന്റെ ബാക്കി എന്ന് അറിഞ്ഞൂടാ. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇനിയെങ്കിലും നിർദ്ദേശം കൊടുക്കണം, രഹസ്യമായിട്ടെങ്കിലും പോലീസിന് ആ വിവരം കൊടുക്കണം എവിടെയൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ എടുത്തു മാറ്റുന്നില്ലെങ്കിൽ പോലീസെങ്കിലും ചെന്ന് എടുത്തു മാറ്റട്ടെ. ഇനിയും അറിയാതെ കുട്ടികൾ കളിക്കുന്നിടത്തോ തേങ്ങ പെറുക്കുന്നിടത്തോ വയസ്സായ ആളുകൾ ചെല്ലുന്നിടത്തോ ഒക്കെ പൊട്ടി ആളുകൾ മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കണം.
ഇതൊന്നും ഈ നാടിൻ്റെ പ്രത്യേകതയല്ല, ഈ നാടിൻ്റെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുമല്ല. ഇതൊക്കെ വളരെ ചുരുക്കം ചില ക്രിമിനലുകൾ രാഷ്ട്രീയ തണലിൽ വളർന്നിട്ട് ഈ നാടിനോട് ചെയ്യുന്നതാണ്. അത് അവസാനിപ്പിക്കണമെന്ന് നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു. പക്ഷെ പോലീസ് എന്നൊരു സംവിധാനം ഉണ്ടല്ലോ ഇവിടെ, അവർ ആക്ട് ചെയ്യേണ്ടടുത്ത് ചെയ്യണ്ടേ? ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീട്ടിലേക്ക് എറിഞ്ഞു, RMP പ്രവർത്തകൻ്റെ വീട്ടിലേക്ക് എറിഞ്ഞു, ലീഗ് പ്രവർത്തകയുടെ വീട്ടിലേക്ക് എറിഞ്ഞു. ഒരാളെ പോലും നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ദിവസം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പോലീസിന് എന്താ അവിടെ പണി? പോലീസും ആഭ്യന്തര വകുപ്പുമാണ് ഒന്നാം പ്രതി. പരിപൂർണ പരാജയ സങ്കല്പങ്ങളുടെ പൂർണ്ണതയാണ് ഈ കാര്യങ്ങളിൽ. ബോംബ് കേസുകളിൽ കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയും ആഭ്യന്തര വകുപ്പും പോലീസും അവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, അവരെ അനുവദിക്കാഞ്ഞിട്ടാണ്. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളിൽ പ്രതിഷേധിച്ച് KSU കണ്ണൂർ കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് ലാത്തി വീശിയെന്നാരംഭിച്ച് പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. അറസ്റ്റ് ചെയ്ത KSUക്കാർ വാഹനത്തിൽ കയറാൻ വിസമ്മതിച്ചതും സംഘർഷത്തിൽ കലാശിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. പ്രവർത്തകർ വടികളും ചെരുപ്പും വലിച്ചെറിഞ്ഞു. അധിക ബാച്ചുകൾ അനുവദിച്ചു. മലബാറിലെ +1 സീറ്റ് വിഷയം അടിയന്തരമായി പരിഹരിക്കുക. കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 വർഷ ബിരുദ കോഴ്സിന്റെ മുഴുവൻ സെമസ്റ്റർ സിലബസും അടിയന്തരമായി പ്രസിദ്ധീകരിക്കുക. ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി പിൻവലിക്കുക. സ്കോളർഷിപ്പുകൾ, ഗ്രാന്റ്സ് എന്നിവ വിദ്യാർത്ഥികൾക്ക് ഉടൻ ലഭ്യമാക്കുക. വിദ്യാഭ്യാസ മേഖലയോടുള്ള സർക്കാർ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കലക്ട്രേറ്റ് മാർച്ച്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചും നല്ല ബോധ്യമുണ്ട്, മന്ത്രിയെ കുറിച്ച് അതിനേക്കാൾ നല്ല ബോധ്യമുണ്ട്. ആ രീതിയിലൊക്കെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഒരു സൗകര്യം ഒരുക്കുന്നില്ല. +1 വിഷയവുമായി ബന്ധപ്പെട്ട് മലബാർ മേഖലയിലെ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ വലിയ ആശങ്കയും പ്രയാസവും പങ്കുവെക്കുമ്പോൾ പോലും അതിനോടൊക്കെ മുഖം തിരിക്കുന്ന സമീപനം ഈ സർക്കാർ സ്വീകരിക്കുകയാണ്. വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ തീരുമാനമെങ്കിൽ അവരെ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് KSU വരും ദിവസങ്ങൾ മുന്നോട്ട് പോകും. ഒരു തർക്കവും അക്കാര്യത്തിൽ വേണ്ട. ഈ സംസ്ഥാനത്തെ വിദ്യാർത്ഥി അവകാശ സമര പോരാട്ടങ്ങളെല്ലാം നേടിയെടുത്ത് ഇന്ന് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും KSUവിനോട് നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് സംരക്ഷിച്ച് മുന്നോട്ട് പോകാനും KSUവിന് നന്നായിട്ടറിയാം. അത് ഈ നാട്ടിലെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് വരും ദിവസങ്ങളിൽ ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ജില്ലാ പ്രസിഡന്റ് അതുൽ MC അധ്യക്ഷത വഹിച്ചു. ഫർഹാൻ മുണ്ടേരി, ആകാശ് ഭാസ്കരൻ, രാകേഷ് ബാലൻ, അഷിത് അശോകൻ, ഹരികൃഷ്ണൻ പാളാട്, അർജുൻ കോറം, അമൽ തോമസ്, അനഘ രവീന്ദ്രൻ, റിസ്വാൻ CH തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ACP സിബി ടോമിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം കലക്ട്രേറ്റ് പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു. ഹരിത കേരള മിഷൻ, മുണ്ടേരി പഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട ടൗണുകളിൽ പര്യടനം നടത്തുന്നതിന്റെ ഭാഗമായി മുണ്ടേരി പഞ്ചായത്തിലെ ഏച്ചൂർ, കുടുക്കിമട്ട എന്നിവിടങ്ങളിൽ ശുചിത്വ സന്ദേശയാത്രാ പര്യടനം നടത്തി. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രമീള ഉദ്ഘാടനം ചെയ്തു. സന്ദേശയാത്ര എല്ലാ ബ്ലോക്കിലും നടന്നു കഴിഞ്ഞു. നമ്മുടെ ബ്ലോക്കിലെ കഴിഞ്ഞ ദിവസം ചെപ്പിലോട് പഞ്ചായത്തിലെ ബ്ലോക്ക് തല ഉദ്ഘാടനം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നമ്മൾ 18-ാം തീയതി മുതൽ 20-ാം തീയതി വരെയാണ് നമ്മുടെ സന്ദേശയാത്ര തുടങ്ങിയത്. ഇന്ന് നമ്മൾ മുണ്ടേരി പഞ്ചായത്തിലെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ഏച്ചൂർ ടൗണ് മാസ്റ്റർമാരുടെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ച് പോകുന്നത്. നമുക്കറിയാം പാഠഭാഷകളും അതുപോലെ തന്നെ ക്രിസ്തുസ് പറഞ്ഞത് 3 വരെയുള്ള ഒരു പ്രവർത്തനം, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ ഏച്ചൂർ ടൗണിലെ മുന്നിലും നടത്താൻ വേണ്ടി സാധിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. ഈ പരിപാടി നമുക്കറിയാം ഇന്നിവിടെ നമ്മൾ ചെയ്യുന്നത് കടകൾ കയറി സ്റ്റിക്കർ ഒട്ടുകയും അവർക്ക് ചെറിയൊരു ബോധവൽക്കരണ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ അതിലൊരു വ്യക്തി നമ്മളിന്ന് ആദരിക്കുന്നുണ്ട്, കൈ നൽകിക്കൊണ്ട് ആദരിക്കുന്നുമുണ്ട്. തുടർന്ന് അങ്ങോട്ടും നല്ല ചില പോകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികതയ്ക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്ത് നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. ശുചിത്വബോധം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി വ്യാപാരികളെയും പൊതുജനങ്ങളെയും ശുചിത്വത്തിന്റെ സന്ദേശം അറിയിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K രാജൻ ചടങ്ങിൽ പങ്കെടുത്തു. ഹാപ്പിനെസ് മുണ്ടേരിയുടെ ഭാഗമായി ഏച്ചൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിവാര ശുചീകരണത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ MP നാരായണനെ PK പ്രമീള ചടങ്ങിൽ ആദരിച്ചു. കടകളിൽ ശുചിത്വ സന്ദേശ ബോധവൽക്കരണം, സ്റ്റിക്കർ പതിക്കലും നടത്തി. AT ധന്യ, MT നാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി
റോട്ടറി, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ശ്വാസനാളത്തിൽ കടല കുടുങ്ങി ഗുരുതരാവസ്ഥയിലായ 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുത്തി കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ. അരീക്കമല സ്വദേശിയായ 1.5 വയസ്സുള്ള കുഞ്ഞിനെയാണ് പീഡിയാട്രിക് ബ്രോങ്കോസ്കോപ്പിയിലൂടെ സുരക്ഷിതമായി ജീവൻ രക്ഷപ്പെടുത്തിയത്. കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചുപോയതായി ആശുപത്രിയിലെ ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് അറിയിച്ചു. സംശയം വേണ്ട, റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ ആണ്. അതായത് ആ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എന്തോ സാധനം അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി വിഷ്ണു വന്നു. നമ്മൾ ആ ഒരു കണ്ടീഷനിൽ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ചെറിയ ട്രക്കിയാണ്. അതായത് നമ്മുടെയൊക്കെ അഡൾട്ടിൻ്റെയൊക്കെ ഒരു 25 മില്ലിമീറ്റർ അത്രയൊക്കെ ഉണ്ടാവും അതിൻ്റെ വ്യാസം. കുട്ടിക്ക് ഒരു 6 മില്ലിമീറ്ററൊക്കെ കാണും. അതിനകത്ത് നമ്മൾ 4 മില്ലിമീറ്റർ സൈസുള്ളൊരു ട്യൂബ് ഇട്ടിട്ട് അതുവഴിയാണ് വെന്റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, ഈ 4 മില്ലിമീറ്ററിൻ്റെ ഉള്ളിൽ കൂടെ വിഷ്ണുവിൻ്റെ ചെറിയ സ്കോപ്പ് ഇട്ട് ആ സ്കോപ്പിൽ കൂടെ വേണം ഈ സാധനം എടുക്കാനായിട്ട്. അപ്പോൾ അത് പാസ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ക്രമാതീതമായി പിന്നെയും ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു വിഷമഘട്ടം അത് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല. പക്ഷെ നമ്മളത് എടുത്തിട്ടില്ലെങ്കിൽ മരണം സുനിശ്ചിതമാണ്. അത് എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി. അപ്പോൾ അത് ഒരു സൈഡിൽ മാത്രമല്ല, നമ്മൾ പിന്നെ നോക്കുമ്പോൾ 2 സൈഡിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം 2 സൈഡിലും എയർ എൻട്രി ഇല്ലാത്തതും 2 ലങ്ങിനും വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കണം കുട്ടി ഇത്രയും മോശം അവസ്ഥയിൽ എത്തിയത്. അപ്പോൾ അത് എങ്ങനെ എടുത്തു, എത്ര കഷ്ടപ്പെട്ടു എന്നുള്ളത് വിഷ്ണുവിന് നമുക്ക് അറിയാം. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെൻട്രൽ എയർവേ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. നമ്മുടെ മെയിൻ ശ്വാസനാളിയുടെ മുകളിൽ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ വോക്കൽ കോർഡ്സിൻ്റെ തൊട്ട് താഴെ സബ്ഗ്ലോട്ടിക് സ്പേസിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞുപോയി. അപ്പോൾ അത് കാരണമാണ് നമുക്കിത് ഒട്ടും ഓക്സിജൻ ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റാഞ്ഞത്. ഇത് നമ്മളൊരു അനദർ ഒരു ഹാഫ് ആൻ അവർ അങ്ങനെ കുട്ടി പോയിരുന്നെങ്കിൽ കാർഡിയക് അറസ്റ്റ് സുനിശ്ചിതമാണ്. അങ്ങനത്തെ കുട്ടികൾ അറസ്റ്റായി കഴിഞ്ഞാൽ പിന്നെ അവരെ നമുക്ക് റിവൈവ് ചെയ്യാനും പറ്റില്ല, ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മളിത് റിമൂവ് ചെയ്തതെന്ന് വെച്ചാൽ മാഡം പറഞ്ഞ പോലെ അവരിട്ട ട്യൂബിനുള്ളിൽ കൂടെ നമ്മുടെ പീഡിയാട്രിക് ബ്രോങ്കോസ്കോപ്പ് ഉണ്ട്, ചെറിയ കുട്ടികൾക്ക് ചെയ്യുന്നത്. അത് ഇറക്കിയ ശേഷം അതിൻ്റെ വർക്കിംഗ് ചാനലിൽ കൂടെ നമ്മുടെ എക്യുപ്മെൻറ്റ്സ്, ക്രയോ എന്ന് പറഞ്ഞൊരു എക്യുപ്മെൻ്റ് ഉണ്ട്. ബേസിക്കലി ഈ അകത്തുള്ള വസ്തുവിനെ കുറച്ച് പൊടിക്കുക എന്നുള്ളതേ പിന്നൊരു മാർഗ്ഗമുള്ളൂ. കാരണം നമ്മൾ ഒന്നായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഈ ഭാഗത്തുനിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല, അതേസമയം ഓക്സിജൻ കൊടുക്കാനും പറ്റുന്നില്ല. അപ്പം അതൊരു ഡേഞ്ചർ സിറ്റുവേഷനാണ്. അപ്പോൾ പിന്നെ ലങ്ങിനുള്ളിൽ വെച്ച് തന്നെ ഇതിനെ മൾട്ടിപ്പിൾ പീസസ് ആക്കിയതിന് ശേഷം ഓരോന്നായിട്ട് നമുക്കത് എടുത്ത് മാറ്റേണ്ടി വന്നു. യൂഷ്വലി നമ്മൾ ഒരുപാട് കേസസ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാം നമുക്ക് യൂഷ്വലി മാഡം പറഞ്ഞല്ലോ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്കതെടുത്ത് മാറ്റാൻ പറ്റും. ഇതിപ്പോൾ ഒരു വസ്തു ഒരു ലങ്സിൽ കിടക്കുകയാണെങ്കിൽ അധികം പേടിക്കേണ്ട ആവശ്യമില്ല. വസ്തുവിൻ്റെ വിസ്തീർണം കൂടുന്നതനുസരിച്ച് പേടിക്കേണ്ടി വരും. കാരണം ഈ ഒരു ഭാഗം തടഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഡെത്ത് സംഭവിക്കാനുള്ള ഹൈ ചാൻസ് ഉണ്ട്. ശ്വാസനാളത്തിൽ കുടുങ്ങിയ കടല നീക്കം ചെയ്ത കുട്ടിയെ 2 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം പൂർണ്ണ ആരോഗ്യവാനായി ഡിസ്ചാർജ് ചെയ്തതായി ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിലുള്ള 7ഓളം ഡോക്ടർമാരടങ്ങിയ സംഘമായിരുന്നു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രയത്നത്തിന് നേതൃത്വം നൽകിയത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി അനധികൃതമായി കടത്താൻ ശ്രമിച്ച സ്വർണം പോലീസ് പിടികൂടി. ദോഹയിൽ നിന്നും 3 മണിയോടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരിൽ നിന്നുമാണ് അനധികൃതമായി കടത്താൻ ശ്രമിച്ച സ്വർണം എയർപോർട്ട് പോലീസ് പിടികൂടിയത്. ബാലുശ്ശേരി ഉണ്ണികുളം സ്വദേശി ജംഷീർ ടിയെ 4 ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള സ്വർണ്ണ മിശ്രിതം സഹിതമാണ് കസ്റ്റഡിയിലെടുത്തത്. എയർപോർട്ടിലെ പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഇയാളെ സംശയം തോന്നിയതിനെ തുടർന്ന് എയർപോർട്ട് പോലീസും സ്ക്വാഡും ചേർന്ന് മട്ടന്നൂർ കൂത്തുപറമ്പ് റോഡിൽ വെച്ച് പിടികൂടുകയായിരുന്നു. പരിശോധനയിൽ 4 ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള സ്വർണ്ണ മിശ്രിതം കണ്ടെടുത്തിട്ടുണ്ട്. സ്വർണ്ണ മിശ്രിതത്തിന് ഏകദേശം 1123 ഗ്രാം തൂക്കം വരും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPSന്റെ നേതൃത്വത്തിൽ ശക്തമായ പോലീസ് പരിശോധനയാണ് എയർപോർട്ട് പരിസരത്ത് ഇപ്പോൾ നടത്തിവരുന്നത്. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.